കേരളത്തിൽ ചില ആളുകൾ ഇന്ന് ഇറാനിനെ ഒരു പ്രതിരോധത്തിൻ്റെ പ്രതീകമായി ചിത്രീകരിക്കാറുണ്ട്. ഗൾഫ് രാജ്യങ്ങളെല്ലാം സാമ്രാജ്യത്വ മൂടുതാങ്ങികളാണ് എന്ന് ആക്ഷേപിക്കാറുണ്ട്. പക്ഷേ അതേ സംസാരങ്ങൾ പറയുന്ന, അതേ അജണ്ടകളുള്ള ആളുകൾ അല്ലെങ്കിൽ മീഡിയകൾ, അതേ ആശയരംഗം കടൽ കടന്ന് അപ്പുറത്തേക്ക് എത്തുമ്പോൾ അവരുടെ കോലം മാറുകയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ടതായിരിക്കും, UAE എന്ന രാഷ്ട്രത്തെ പുകഴ്ത്തിക്കൊണ്ട് സലാം യാ ഇമാറത്ത് എന്ന ഒരു ഗാനം ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ ഇറക്കിയിട്ടുള്ളത് ശ്രദ്ധിച്ചു കാണും. മീഡിയ വൺ UAEയുടെ ഭാഗമായി പുറത്തിറക്കിയ ആ ഒരു ഗാനം വളരെ അഭിമാനത്തോടു കൂടിയാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ഗാനം, അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ ആദ്യം നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. ദുബൈ ഷിഫ അൽ ഖലീജ് മെഡിക്കൽ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് സലാം യാ ഇമറാത്ത് എന്ന ഗാനം പുറത്തിറക്കിയത്. സംഘർഷകാലത്തും പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന UAEയുടെ കരുതലിന് അഭിവാദ്യമർപ്പിച്ച് മീഡിയ വൺ ആരംഭിച്ച റെസിലിയന്റ് UAE ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ ഗാനം തയ്യാറാക്കിയത്. കടൽ താണ്ടി മണൽ താണ്ടി പോരടിക്കും നമ്മൾ, കനൽ പദങ്ങൾ എത്ര എത്ര താണ്ടി വന്നു നമ്മൾ. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് നടക്കുന്ന ഈ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു യുദ്ധം, അതുമായി ബന്ധപ്പെട്ട് എല്ലാ GCC രാജ്യങ്ങളും സഫർ ചെയ്താൽ തന്നെയും ഈ രാജ്യങ്ങൾ ഈ പ്രതിസന്ധികളെയെല്ലാം മറികടന്ന് തിരിച്ചു വരും എന്ന ഒരു ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്ന ഒരു ക്യാമ്പയിനാണ് മീഡിയ വൺ GCCയിൽ തന്നെ രൂപപ്പെടുത്തിയത്. നോക്കൂ സഹോദരങ്ങളെ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ കഴിയുമ്പോൾ അവിടെ സംസാരിക്കാനും അവിടെ പ്രചരിപ്പിക്കാനും ഒരു ഭാഷ, കേരളത്തിൽ അവർ തിരിച്ചെത്തുമ്പോൾ ഈ വിഭാഗം ആളുകൾക്ക് മറ്റൊരു ഭാഷയാണ്. ഇത് തത്വനിഷ്ഠയാണോ അതല്ല തുറന്ന ഒരു ഇരട്ടത്താപ്പാണോ എന്ന കാര്യം അത് ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.